നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ അഭിമാനവും സഞ്ചാര സാഹിത്യകാരനുമായിരുന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ അതിമനോഹരമായൊരു ശില്പം. ഇതാണ് SM സ്ട്രീറ്റിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലായിട്ട് അതിവിശാലമായിട്ടുള്ള 2 വീലർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം മിഠായി തെരുവ് SM സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെയാണ് നമ്മൾ മിഠായി തെരുവ് എന്ന് പറയുന്നത്. ഇവിടെ പെഡസ്ട്രിയൽ സോണാണ്, നടന്നുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്ന സ്ട്രീറ്റ്. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിൽ PM താജ് റോഡ് കാണാം. ഇവിടെ ഒരുപാട് ടോപ്പുകളും ചെറിയ മക്കളുടെ ഡ്രസ്സുകളൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നല്ല അടിപൊളി തിരക്കാണ്, ഒരു രക്ഷയില്ല. ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻപോട്ട് നടക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊക്കെ സിനിമ കണ്ട് ആസ്വദിക്കാൻ നമ്മുടെ സ്വന്തം രാധാ തിയേറ്റർ ഉണ്ട്. ദെൻ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കോർട്ട് റോഡ് കാണാൻ സാധിക്കും. ഈ കോർട്ട് റോഡിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് 2ാം ഗേറ്റാണ്. മുമ്പോട്ട് വീണ്ടും പോയപ്പോൾ കോയൻകോ ബസാർ കണ്ടു. കോയൻകോ ബസാറിന് അകത്തേക്ക് നമുക്ക് കയറി നോക്കാം. കോയൻകോ ബസാറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതായത് ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ് ഐറ്റംസ്, പാർട്ടി വെയർസൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ടൈലറിങ് ഷോപ്പൊക്കെ, പിന്നെ ചെറിയ മക്കൾക്ക് ആവശ്യമുള്ള കുഞ്ഞു നല്ല ഭംഗിയുള്ള വാച്ചുകൾ, നമുക്ക് കുറേ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കാണാം. ദെൻ സൺഡേ മാൾ കണ്ടു. കയറി വാ മക്കളെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൺഡേ മാത്രമല്ല, എല്ലാ ദിവസവും ഈ മാളൊക്കെ ഓപ്പണാണ്. സൺഡേ മാർക്കറ്റ് എന്നാണ് കോഴിക്കോട് മിഠായി തെരുവ് അറിയപ്പെടുന്നതെങ്കിലും എല്ലാ ദിവസവും സൺഡേ കൂടുതൽ തിരക്കുണ്ടാവും എന്ന് മാത്രമാണ്. അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. നല്ല രസമാണ് കാണാൻ. 2 ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെറിയ മക്കളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അങ്ങനെ ക്രിസ്മസ് പപ്പ നമ്മളെ സൺഡേ മാളിനകത്തേക്ക് വെൽക്കം ചെയ്തു. ഇതാണ് സൺഡേ മാൾ. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുകയാണ്. ടോയ്സ് ഉണ്ട്, ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, ചെരുപ്പുകളുണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ജ്യൂസും ചായയും ഒക്കെ ഇവിടെ കിട്ടും. ഇനി നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള മൊയ്തീൻ പള്ളി റോഡിലേക്ക് കയറി നടക്കാം. നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാളയം ബസ് സ്റ്റാൻഡിലൊക്കെ എത്താൻ സാധിക്കും. ഓയാസിസ് കോമ്പൗണ്ട് ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടിച്ചുപൊളി പ്രൊഡക്റ്റുകൾ നല്ല വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പോവുക. പിന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോടൻ ഹലുവ കിട്ടുന്ന സ്ഥലമാണ്. ഹോട്ടലുകളുണ്ട്, ജ്യൂസ് ഷോപ്പുകളൊക്കെ ഉണ്ട്, ഹോട്ട് ആൻഡ് കൂൾ ബാർ, അതുപോലെ ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ ലഭിക്കുന്ന ജ്വല്ലറികളുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന നമ്മളെ കോഴിക്കോടൻ ഹലുവയൊക്കെ കിട്ടുന്ന ഗംഭീരമായിട്ടുള്ള പഴയ ബേക്കറികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ ഏറ്റവും പുതിയ ട്രെൻഡിങ് രൂപത്തിലാണ് ഈ ബേക്കറിയൊക്കെ ഉള്ളത്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ വിളക്കുകളൊക്കെ കാണാം. ഓട്ടുപാത്രങ്ങൾ, വിളക്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ദെൻ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയാണ് സിൽവർ, ഗോൾഡൊക്കെ ലഭിക്കുന്ന കമ്മത്ത് ലൈനാണ്. ഇതിൻ്റെ മെയിൻ കേന്ദ്രമാണിത്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ കാണാനുള്ളത്. 2.1 കിലോമീറ്ററാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ AAPIA സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.